ഹലോ ഓൾ, ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എൽഡർ ഡോട്ടറിൻ്റെ ഗ്രാജുവേഷൻ ആയിരുന്നു. നമ്മൾ പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ. അങ്ങനെ ഞാനും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. അതെ, അവളുടെ യാത്രയിൽ അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു. 12th വരെ മോൾ ഞങ്ങളോടൊപ്പം ദുബായിലായിരുന്നു. പിന്നീട് കാനഡയിലാണ് ഹയർ സ്റ്റഡീസ് ചെയ്തത്. ഓണേഴ്സ് ഇൻ ബയോകെമിസ്ട്രി, ലോങ് 4 years. ശരിക്കും ഞങ്ങളുടെ മൈൻഡിൽ പോലും ഇല്ലായിരുന്നു മോളെ ഇത്ര ദൂരം വിട്ടു പഠിപ്പിക്കാൻ. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കൊരു ബോണ്ട് ഉണ്ടായിരുന്നു. ബിക്കോസ് വി ആർ റിയലി അറ്റാച്ച്ഡ്, ലൈക്ക് തിക് ഫ്രണ്ട്സ്, കട്ട് ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. എന്തിനായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഗോഡ്സ് പ്ലാൻ അതായിരുന്നുവെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. എബ്രോഡ് പഠിക്കുന്ന എല്ലാ കിഡ്സിനും അറിയാം ഈ ജേർണി അത്ര ഈസി അല്ല എന്ന്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവളുടെ യാത്രയിൽ അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് പഴയൊരു കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നത്. മോൾ ഗ്രേഡ് 1 പഠിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ സ്റ്റോറി ടെല്ലിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടെ ഫുട് പ്രിന്റ്സ് എന്നൊരു ടോപ്പിക്കാണ് മോള് പറഞ്ഞത്. അതിൻ്റെ തീം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ ഒരു ഡ്രീം കാണുന്നതായിട്ടാണ്. ആ ആളും ദൈവം കൂടെ ബീച്ചിൽ നടക്കുകയാണ്. അവിടെ 2 sets ഓഫ് ഫുട് പ്രിന്റ്സ് കാണുന്നുണ്ട്. ചില സമയത്ത് 1 set ഓഫ് ഫുട് പ്രിന്റ്സ് ആണ് കാണുന്നത്. ആളിത് നോട്ടീസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത് അയാളുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമിൽ 1 set ഓഫ് ഫുട് പ്രിന്റ്സ് മാത്രമാണ് കാണുന്നത്. അപ്പോൾ അയാൾ ദൈവത്തോട് ചോദിക്കുകയാണ്, വൈ ലീവ് മീ അലോൺ വെൻ ഐ വാസ് ഡൗൺ? അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്: The years when you have seen only 1 set of footprints, my child, is when I carried you. Yes, നമ്മുടെ പ്രയാസമേറിയ സിറ്റുവേഷൻ കരങ്ങളിൽ വഹിക്കുന്ന ദൈവം. 4 years ഒരുപാട് കാര്യങ്ങൾ മോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഗ്രേഡ് 1 പഠിക്കുമ്പോൾ ഇതൊരു സ്റ്റോറിയായിട്ട് മോൾ പറഞ്ഞെങ്കിലും വർഷങ്ങൾ കഴിഞ്ഞ് ഇതെല്ലാം അവളുടെ അനുഭവത്തിൽ വന്നു. ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, പ്രൊട്ടക്ഷൻ എല്ലാം അവൾ രുചിച്ചറിഞ്ഞു. ഇനിയും അവളുടെ ജേർണി തുടരുകയാണ്. നിങ്ങളുടെ എല്ലാം പ്രേയേഴ്സ് ആൻഡ് വിഷസ് ചോദിക്കുന്നു. As parents, we are super proud of you all. God bless our children.